ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്ന EGLൻ്റെ അതായത് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ 2 റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ ITI കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അതോടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് ITI കഴിഞ്ഞവരുടെ വേക്കൻസിയാണ്. രണ്ടാമത് നമ്മൾ എഞ്ചിനീയറിംഗിൻ്റെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എഞ്ചിനീയറിംഗിൻ്റെ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ പറയുന്നത് ITI കഴിഞ്ഞവരാണ്. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനീസ് എന്ന് പറയുന്ന ആ ഒരു വേക്കൻസിയിലേക്ക് വിളിച്ചതാണ് കേട്ടോ. രണ്ടും പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ നമുക്കിത് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. റിക്രൂട്ട്മെൻറ്റ് ഓഫ് ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഇതിൻ്റെ പേ സ്കെയിൽ ഏകദേശം വരുന്നത് നമുക്കൊരു മന്ത്ലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20,450 പ്ലസ് മറ്റൊരു അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന ട്രേഡുകൾ ഏതെങ്കിലും വെച്ചാൽ ഇലക്ട്രോണിക് മെക്കാനിക്ക് 7 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 6 വേക്കൻസി, മെഷീനിസ്റ്റ് 7 വേക്കൻസി, ഫിറ്റർ നമുക്ക് 10 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഓക്കെ, വളരെ ലിമിറ്റഡ് വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഏജ് ലിമിറ്റ് നമുക്ക് 27 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 13/4/2024 കണക്കാക്കിയിട്ടാണ് ഇതിൻ്റെ ഈ പറയുന്ന ഏജ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ മിനിമം 18 മാക്സിമം 27 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് 10ാം ക്ലാസ് പ്ലസ് ITI ആണ് വേണ്ടത്. ഈ മുകളിൽ പറഞ്ഞ അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്താണ് ITI ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഒരു കണ്ടീഷനും പാടുണ്ട്. എന്താണ്, നിങ്ങൾക്ക് ITI അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് നമ്മൾ അപ്രന്റീഷിപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്രന്റീഷിപ്പിനെ കൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ITI കഴിഞ്ഞ് ഫ്രഷർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തന്നെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇതിലേക്ക് എന്ത് ചെയ്യും, വൻതോതിൽ കുറയുകയും അങ്ങനെ നമുക്ക് അതിൻ്റെ ആ ഒരു കട്ട് ഓഫിലൊക്കെ വ്യത്യാസം വരും എന്നുള്ളതാണ്. നിങ്ങൾ കോമ്പറ്റീഷൻ നമുക്ക് ആ ഒരു ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻ മാറും. നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്യാത്തവരാണെങ്കിൽ അപ്രന്റീഷിപ്പ് ഒക്കെ ചെയ്യുക. അപ്പോൾ അപ്രന്റീഷിപ്പ് പലരിലും എന്താണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത് SSLC പാസ്സായിരിക്കുക, പ്ലസ് എന്താണ് അതത് ട്രേഡിൽ ഇവിടെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, ഇലക്ട്രീഷ്യൻ, മെഷീനിസ്റ്റ്, ഫിറ്റർ ഇതുമായി ബന്ധപ്പെട്ട ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞിരിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ എന്തും പാടെ വേണം, നിങ്ങൾക്ക് NACയും പാടെ വേണം. അതായത് NAC എന്ന് പറയുന്നത് നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റും പാടെ വേണം. ഓക്കെ, അതത് ട്രേഡിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് പാടെ ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് വായിച്ചിട്ട് പറയാം. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ITI SSLC ഉണ്ട്. SSLC പ്ലസ് നിങ്ങൾക്ക് ITI പ്ലസ് നിങ്ങൾക്ക് എന്താണ് 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അപ്രന്റീഷിപ്പിന് പകരമായിട്ട് അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ITI റിപ്പീറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം 10ാം ക്ലാസ് പ്ലസ് ITI പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വേണം, നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റും പാടെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് ITI പ്ലസ് എന്താണ് 1 ഇയർ റിലവൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് 2 വർഷമല്ല 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ITI പ്ലസ് NAC വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി ITI 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ 20,000 ഞാൻ പറഞ്ഞു 450 പെർ മന്ത് നമുക്ക് കിട്ടുക. പിന്നെ PF, മെഡിക്കൽ ബെനിഫിറ്റ്സ്, ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ റിസർവേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ജനറലിന് 16, EWSന് 3, OBCക്ക് 9, STക്ക് 1, SCക്ക് 1 ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. പിന്നെ റിലാക്സേഷൻ ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റിൽ. അപ്പോൾ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞിരുന്നത് 27 അല്ലേ. ഓക്കെ, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ദെൻ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ 2 സ്റ്റേജസ് ആണ്. ഒന്ന് നമുക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ട്രേഡ് ടെസ്റ്റും റിട്ടൺ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ. ഇവിടെ ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റിന് ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത് 85ഉം ട്രേഡ് ടെസ്റ്റിന് ബാക്കി 15, അങ്ങനെയാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ റിട്ടൺ ടെസ്റ്റിൻ്റെ സിറ്റി എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലുള്ള ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ ആണുള്ളത്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന സിറ്റികൾ മാത്രമേ ഉള്ളൂ കേട്ടോ എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് വില്ലിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് അപേക്ഷ ഫീസ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം.
ജനറൽ കാൻഡിഡേറ്റ്സ് EWS OBC ഒക്കെ ആണെങ്കിൽ അവർക്ക് 750 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. വലിയൊരു എമൗണ്ട് അപേക്ഷാ ഫീസായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾ അപേക്ഷാ ഫീസ് കൂടുമ്പോൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരുപാട് പേരൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം പാട് അതിലുണ്ട്. അപ്പോൾ നിങ്ങളല്ലേ പഠിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. അത് ക്യാഷ് കളയും വേണ്ട. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സൈസ് ആയിരിക്കണം കേട്ടോ. 100 KB 50 KB ഇടയിലൊക്കെയുള്ള ഒരു സൈസിലായിരിക്കണം. അതിൻ്റെ JPG ഫോമായിട്ടായിരിക്കും. എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫീ അടയ്ക്കേണ്ട SBI കളക്റ്റിലൂടെ എങ്ങനെയാണ് വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിൽ ലിങ്കൊക്കെ താഴെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്താൽ മതി. സർവീസ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 23/3/2024 മാർച്ച് 23 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 13 വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും അന്വേഷിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ SC/ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ റിസർവേഷന് റിലാക്സേഷൻ കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ള രീതിയിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം. OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. മറ്റേ നോട്ടിഫിക്കേഷനോടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇവിടെ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം എലിജിബിലിറ്റിയിൽ ഏജ് ലിമിറ്റ് 27 ആണ്. ഇതിൻ്റെയും ഏജ് ലിമിറ്റ് 13/4/2024 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതാ ഡിസിപ്ലിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ECE, EEE, മെക്കാനിക്കൽ, CSC ആണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ വേക്കൻസി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അതത് ഡിസിപ്ലിൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, 40,000 മുതൽ 1,40,000 അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല സാലറി ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്തതിന് യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ലിമിറ്റഡ് വേക്കൻസി ആണെന്നുള്ളതാണ്. ഓക്കെ, വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യത നമ്മൾ നോക്കേ വേണ്ട. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫൈനൽ ഇയർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർ ഉറപ്പ് വരുത്തണം അവർക്ക് എന്താണ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് നമ്മുടെ റിസൾട്ടൊക്കെ വന്ന് നമുക്ക് ആ ഒരു കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാന്നുള്ള കണ്ടീഷൻ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 40,000 മുതൽ 1,40,000 പിന്നെ ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തെ എന്താണ് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ട്രെയിനിങ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിലാണ് ആദ്യം നിയമിക്കുക. പിന്നെ നമ്മൾ ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിൽ ഈ പറയുന്ന ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമിക്കും. അവ സെയിം സ്കെയിലായിരിക്കും. DHR തുടങ്ങിയിട്ട് ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ റിസർവേഷൻ വൈസ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ 15, EWS 2, OBC 8, ST 1, SC 4 ഇങ്ങനെയാണ് വേക്കൻസി. അതത് റിസർവേഷൻ വേക്കൻസികൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി രീതിയിലുള്ള ആ ഒരു ഫോർമാറ്റിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഡിയാക്കി വെക്കണം. അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുൻപ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് 2 സ്റ്റേജാണ്. ഒന്ന് റിട്ടൺ ടെസ്റ്റും ഒന്ന് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ റിട്ടൺ ടെസ്റ്റിൻ്റെ ആ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് 85, മറ്റേത് ഇൻ്റർവ്യൂക്ക് 15 കൊടുത്തിരിക്കുന്നത്. റിട്ടൺ ടെസ്റ്റ് സിറ്റി നമുക്ക് കേരളത്തിലുള്ള ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് ഇവിടെയൊക്കെയാണുള്ളത്. ഇപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് എക്സാം എഴുതാം. നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫോട്ടോ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്യണം. അപേക്ഷാ ഫീസ് 100 രൂപയാണ് ജനറൽ, EWS, OBC കാൻഡിഡേറ്റ്സിന് കേട്ടോ. അപ്പോൾ SC/STക്കൊക്കെ എനിക്ക് തോന്നുന്നു ഫീ റിലാക്സേഷൻ ഉണ്ട്. പക്ഷേ അത് നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല, നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമ്മൾ SBI കളക്റ്റിലൂടെ നമ്മൾ പേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാർച്ച് 23 മുതൽ ഏപ്രിൽ 13 വരെയാണ് എക്സാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 13 നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ നോട്ടിഫിക്കേഷനാണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യും, നമ്മൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ലിങ്ക് ഇട്ടരും. നിങ്ങൾക്ക് അപ്ലൈ ആവുമെന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് തരും. അതിൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്ക് വരും. ഇനി അടുത്തത് ഞാൻ ഈ ലിങ്ക് തരുന്നത്
ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനി എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ അതിൻ്റെ നേരെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിലേക്കായിരിക്കും വരിക കേട്ടോ. അപ്പോൾ രണ്ടിനും നിങ്ങൾ ആ ഒരു സെപ്പറേറ്റ് ലിങ്ക് വഴി തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം ഇതിൽ കൂടി തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടിയിട്ടും SBI കളക്റ്റൊക്കെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് രണ്ട് സെപ്പറേറ്റ് ലിങ്ക് തരുന്നത്. സെയിം ലിങ്കിലൂടെ തന്നെ അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാം SBI കളക്ട് പ്രൊസീജിയർ. നിങ്ങൾക്ക് SBI കളക്റ്റിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള PDF ഇവിടെ കൊടുത്തിട്ട് വേണമെങ്കിൽ നോക്കാവുന്നതാണ് റെഫറൻസ് ആയിട്ട്. അതെങ്ങനെയാണ് പേ ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം കേട്ടോ, അപേക്ഷ ഫീസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ്. ഞാനിപ്പോൾ ഒരു ടെക്നീഷ്യൻ്റെ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ടെക്നീഷ്യൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ടെക്നീഷ്യൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പറും മറ്റേതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പറും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, ഇവിടെ നിങ്ങൾക്കാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 9/2024 ടെക്നീഷ്യൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. ഇനി നമുക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ആണെങ്കിൽ 6/2024 കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ടെക്നീഷ്യൻ്റെ ആണ് അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ നിൽക്കണം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് നമ്പറിൽ 9/2024. ഇനി നിങ്ങൾ ഈ പറയുന്ന ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ 6/2024 എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏതാണ് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിവിടെ 9/2024 എന്ന് കൊടുത്താൽ എനിക്കിതവിടെ ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് എന്ന് കാണാൻ പറ്റും. വിത്ത് NAC വെച്ചിട്ടാണോ, അതായത് ITI വിത്ത് NAC ആണോ, ഇനി അതല്ല നിങ്ങൾക്ക് ITI വിത്ത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ITI വിത്ത് എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ഇനി ITI വിത്ത് നിങ്ങൾക്ക് NAC ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ITI വിത്ത് NAC ആണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ പറയുന്ന ഫോം അപ്ലൈ ചെയ്യാനുള്ള ഫോം കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആദ്യം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, ഓപ്പൺ ആയി വരും. അത് എനേബിൾ ആയിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് പ്രൈമറി ക്വാളിഫിക്കേഷൻ, സർട്ടിഫിക്കറ്റ്സ്, ഓക്കെ, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് നമ്മളത് ചെയ്തതിനുള്ള സർട്ടിഫൈ ചെയ്യാനുണ്ടാവും. പിന്നെ നമുക്ക് നമ്മുടെ SSLC ഇത് സർട്ടിഫിക്കറ്റ് ITIൻ്റെ ഒക്കെ എന്താണ് മറ്റു ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ഇവിടെ മന്ത് ഓഫ് പാസിങ്, ഇയർ ഓഫ് പാസിങ് അങ്ങനെ കാര്യങ്ങൾ കൊടുക്കണം. ഓക്കെ, ദെൻ ഈ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്നും എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇതാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്താക്കി കറക്റ്റ് ആണെങ്കിൽ അത് കാണിക്കും. പിന്നെ ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം കേട്ടോ. ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ കൊടുക്കണം. പിന്നെ നമ്മൾ ITI ഏതാണ് പിന്നെ അടുത്ത് എന്നുള്ള ആ ലെവൽ തന്നെ കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളിവിടെ SBI പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ SBIയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം SBI കളക്റ്റിലൂടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇപ്പം വന്നിരിക്കുന്ന 9/2024 ഇനി മറ്റേത് ലിങ്കിലാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ 6/2024 അവിടെ നിങ്ങൾക്ക് SBI കളക്റ്റിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ SBI കളക്റ്റിൻ്റെ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേജ് ലോഡായിട്ട് വരും. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് കാറ്റഗറി എന്നുള്ള സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇതാ 6/2024 ഇനി 9/2024 ഇതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 9/2024 സെലക്ട് ചെയ്തു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ പേര്, ഏത് പോസ്റ്റിനാണ് ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് എന്നുള്ള സെലക്ട് ചെയ്യുക, മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ ഫീ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ഫീ ഇവിടെ വന്നിട്ടുണ്ട് 750 രൂപ. ഓക്കെ, അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് നമ്മൾ നേരെ നമുക്ക് ഏത് ബാങ്കിൻ്റെ ATM കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം. ഇനി UPI യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് നമ്മുടെ ഗൂഗിൾ പേ, അത് നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഫീ ചെയ്യാവുന്നതാണ് കേട്ടോ. ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ ഇതിൻ്റെ റെസിപ്റ്റ് കിട്ടും. റെസിപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിലെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന അപേക്ഷ ഫോമിൻ്റെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇവിടെ ഈ ഭാഗത്ത് കേട്ടോ, ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ എനേബിൾ ആയിട്ട് കാണിക്കാതെ ഞാൻ മുകളിലൊന്നും ഫില്ല് ചെയ്തില്ല. മുകളിലൊക്കെ ഫില്ല് ചെയ്ത് ഓരോന്നിങ്ങനെ വരുന്ന സമയത്താണ് ഓരോ കാര്യങ്ങൾ എനേബിൾ ആയി കാണിക്കുക. അപ്പോൾ അതിങ്ങനെ ഫില്ല് ചെയ്ത് വരിക. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾ ബാങ്കേക്ക് വിട്ടാൽ മതി. പിന്നെ ടു റെഫറൻസ് എന്നുള്ളത് കൊടുക്കണം. അതായത് നമ്മുടെ റെഫറൻസ് എന്നുള്ളത് നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കാദമിക് കാര്യങ്ങൾ അറിയുന്ന വ്യക്തികളായിരിക്കണം. അപ്പോൾ നമ്മുടെ അധ്യാപകരുടെ ഒക്കെ കൊടുക്കുക, അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ആ കോൺടാക്റ്റ്, അവരുടെ പേരും മൊബൈൽ നമ്പർ, കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കണം. അവരുടെ പോസ്റ്റ് എന്താണെന്ന് കൊടുക്കണം, റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ശരിക്കും ഈ പറയുന്ന റെഫറൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവർ ആരും ആകരുതെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അക്കാദമിക് കാര്യങ്ങൾ അറിയുന്ന 2 വ്യക്തികളുടെ പേരും
ഫോൺ നമ്പർ ഡീറ്റെയിൽസ് അവിടെ കൊടുത്താൽ മതി, അത് വലിയ സീനൊന്നുമില്ല. ഇനി ലാംഗ്വേജസ് ഏതൊക്കെ അറിയാമെന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് ഈ ഭാഗത്താണ് കേട്ടോ. ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ആണ്, നമ്മുടെ SSLC ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ITI കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഭാഗമാണ്. അങ്ങനെ കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോമാണ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യാനുണ്ട്, നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് സ്റ്റേജസ് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, വ്യൂസ് വളരെ കുറവാണ്, ഒരുപാട് സമയം എടുക്കും നമ്മളത് ഫില്ല് ചെയ്ത് അങ്ങനെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ചെയ്യാം. ഇതേ സെയിം പ്രൊസീജിയർ ആണ് നമ്മുടെ ഈ പറയുന്ന ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അതിന് താഴെ ഉണ്ടാകും ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്നുള്ള, അങ്ങനെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങളുടെ ഈ പറയുന്ന 6/2024 സെലക്ട് ചെയ്യാം, ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് സെലക്ട് ചെയ്യുക. കണ്ടോ, ഫോം ഓപ്പൺ ആയി ഒരു സെയിം ഫോർമാറ്റിൻ്റെ ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്താൽ മതി നിങ്ങൾക്കൊരു ലൈക്ക് തരാനേ. അപ്പോൾ നമുക്കത് കൂടുതൽ എന്താണ് നമ്മുടെ ചാനലിൽ സപ്പോർട്ടാകും. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ കേട്ടോ നമുക്കൊരു സപ്പോർട്ടാകും. മാക്സിമം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്